ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ്. റബ്സ് റെക്കഗ്നൈസ്ഡ് PD അപ്രൂവൽ വിജോ ഫിറ്റ്നസ് അക്കാഡമിയിലെ രണ്ടാമത്തെ ബാച്ചും പാസ് ഔട്ട് ആവുന്ന ദിവസമാണ്. എൻ്റെ കൂടെ ഇന്ന് നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്ന ഓരോ സ്റ്റുഡൻസിനെയും ജോലി വാഗ്ദാനം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ലക്ഷക്കണക്കിന് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ല ഒരാൾക്കും നമ്മൾ അഡ്മിഷൻ കൊടുത്തിരിക്കുന്നതും ഇവിടെ ഓരോരുത്തർ ജോയിൻ ചെയ്തിരിക്കുന്നതും. അപ്പോൾ വിജോ ഫിറ്റ്നസ് അക്കാഡമിയിലെ പ്രാക്ടിക്കൽ സെഷൻസ് എങ്ങനെയാണ്, നമ്മുടെ ഡാറ്റ ന്യൂട്രീഷൻ വർക്ക്ഷോപ്പ് എങ്ങനെയാണ്, ഹൗ ടു ബിക്കം സക്സസ്ഫുൾ പേഴ്സണൽ ട്രെയിനർ വർക്ക്ഷോപ്പ്, ഇതെല്ലാം നമ്മളുടെ ആഡ് ഓൺ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസാണ്. അതോടൊപ്പം ഇവിടുത്തെ ഫെസിലിറ്റീസും നമ്മളുടെ എഡ്യൂക്കേഷനും മറ്റുള്ള കാര്യങ്ങളും എല്ലാം തന്നെ എത്രത്തോളം ഇവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഇവരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചു നോക്കാം. ഈ ഒരു ബാച്ചിലെ പലർക്കും ഇപ്പം തന്നെ ജോലി ആയിട്ടുള്ളവരുണ്ട്, ഡിഗ്രി കണ്ടിന്യൂ ചെയ്ത് പഠിക്കണം, അത് കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് കയറണം എന്നുള്ളവരുമുണ്ട്. അപ്പോൾ ജോലി കിട്ടിയവർ അവരുടെ അനുഭവം ഏത് രീതിയിലാണ്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം അതോടൊപ്പം ബാക്കിയുള്ളവരുടെ അടുത്തും നമുക്ക് എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞ ബാച്ചിൻ്റെയും ഇതുപോലെ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ സ്റ്റുഡൻസിൻ്റെ ഓരോ ഫീഡ്ബാക്കാണ്. വിജോ ഫിറ്റ്നസ് അക്കാഡമി ലോകത്തിലെ ഏറ്റവും വലിയ അക്കാഡമി ആണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഞാനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഇതുവരെ ഒരു വീഡിയോയിൽ ഞാൻ ഒന്നും പറയാറില്ല. ഞങ്ങൾ ഇവിടെ എന്താണ് പഠിപ്പിക്കുന്നത്, എന്താണ് ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ഇവിടുത്തെ സ്റ്റുഡൻസ് തന്നെയാണ് പറയേണ്ടത്. അല്ലാതെ ഓരോ വീഡിയോയിലും വന്ന് ഞാൻ എത്രയും പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഓരോരുത്തരുടെയും അനുഭവം എന്താണെന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അതുപോലെ തന്നെ വിജോ ഫിറ്റ്നസ് അക്കാഡമിയിൽ ജോബ് പ്ലേസ്മെൻറ്റ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ജോബ് പ്ലേസ്മെൻ്റ് അല്ല നമ്മൾ കൊടുക്കുന്നത്, ജോബ് പ്ലേസ്മെൻറ്റിനുള്ള അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. എൻ്റെ തന്നെ പല സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഇന്ത്യയിൽ പല മെയിൻ സിറ്റീസിലും ജിമ്മുകളിലേക്ക് ട്രെയിനേഴ്സിന് ആവശ്യമുണ്ട് എന്ന് നമ്മളെ അറിയിക്കുമ്പോൾ നമ്മളത് നമ്മുടെ എല്ലാ സ്റ്റുഡൻസും ഉള്ള ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ പലരും ഇപ്പം പല സ്ഥലത്തും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിജോ ഫിറ്റ്നസ് അക്കാഡമിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊച്ചി കാക്കനാട് എലിറ്റ് ആൻഡ് പെർഫോമൻസ് ജിമ്മിൻ്റെ 4th ഫ്ലോറിലാണ്. അതോടൊപ്പം നമ്മുടെ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ ജിമ്മിൽ തന്നെ നമുക്ക് ഇൻറ്റേൺഷിപ്പും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻറ്റേൺഷിപ്പ് കഴിയുമ്പോൾ തന്നെ അതിൽ ബെറ്റർ പെർഫോമൻസ് ഉള്ള ആൾക്കാരെ എലിറ്റ് ആൻഡ് പെർഫോമൻസ് ജിമ്മിൽ തന്നെ അവർ പ്ലേസ്മെൻറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് നമ്മൾ ഇവർക്കുള്ള ജോബ് പ്ലേസ്മെൻറ്റുകൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും അവർക്ക് ജോലിക്ക് കയറാനുള്ള സാധ്യതകൾ നമ്മൾ കൊടുക്കുന്നത്. ഷുഹൈബേ, എന്താണ് ഷുഹൈബിൻ്റെ വിജോ ഫിറ്റ്നസ് അക്കാഡമിയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? ഇവിടുത്തെ ടീച്ചിങ്, മറ്റുള്ള കാര്യങ്ങൾ, ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ഷുഹൈബിനിപ്പം പ്ലേസ്മെൻ്റായി ഏത് ജിമ്മിലാണ് ജോലി കിട്ടിയേക്കുന്നത്, കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യും. ഫസ്റ്റ് തന്നെ ഇവിടുത്തെ സാറന്മാരെ കുറിച്ച് പറയാം. രാജ് സാറ്, അശ്വിൻ സാറ്, അജയ് സാറ് എപ്പോഴും ഏത് സമയം ഡൗട്ട് ചോദിച്ചാൽ ക്ലിയർ ചെയ്ത് തരും. ഇപ്പോൾ അശ്വിൻ സാറും അജയ് സാറും തന്നെ രാത്രിയൊക്കെ മെസ്സേജ് അയച്ചാൽ പോലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരും. പിന്നെ ഇപ്പം എനിക്ക് വിജയ് സാറിൻ്റെ ക്ലാസ്സിൽ തന്നെ ഇപ്പം അറ്റൻഡ് ചെയ്തിട്ട് ഏകദേശം എല്ലാ സംഭവം ഏകദേശം മനസ്സിലായി. അതിൻ്റെ ഗുണമായിട്ടാണ് എനിക്കിപ്പം 2-3 സ്ഥലത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാംഗ്ലൂർ, പിന്നെ കൊച്ചിയിൽ തന്നെ ഇപ്പം H&H ജിമ്മിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് മന്ത് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ കറൻ്റ്ലി, എൻ്റെ പേര് ഷുഹൈബ്, ഞാൻ കണ്ണൂർ എന്ന സ്ഥലം. ഇപ്പം ഞാൻ BA ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു പയ്യന്നൂർ കോളേജ്. ഓക്കെ, അപ്പോൾ ഷുഹൈബ് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനോടൊപ്പം തന്നെയാണ് കോഴ്സ് ചെയ്തതും. ഇപ്പം ഇവരുടെ എറണാകുളത്തുള്ള H&H ഓൾറെഡി പ്ലേസ്മെൻറ്റും ആയിട്ടുണ്ട്. അപ്പം ആ ഭാഗത്ത് ഒബ്രോണിലല്ലേ, അപ്പോൾ ഒബ്രോൺ മോള് H&H വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ആ പരിസരത്തുള്ള ആരെങ്കിലും തന്നെ ഒരു വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ട്രെയിനറെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഒബ്രോണിൽ പോവാം. H&H വിജോ ഫിറ്റ്നസ് അക്കാഡമിയിൽ നിന്ന് പാസ് ഔട്ടായി വന്ന നമ്മുടെ ഷുഹൈബ് ഉണ്ടാവും. ഹായ്, എൻ്റെ പേര് അഫ്രാദ്. എൻ്റെ വീട് വന്നത് കൊച്ചിയിലാണ്, കൊച്ചി തോപ്പുംപടിയിലാണ്. പിന്നെ എനിക്ക് ഈ ഫിറ്റ്നസ്സിനായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ സീറോ നോളേജാണ് എനിക്ക് ഫിറ്റ്നസ് എന്ന് പറയുന്ന സംഭവത്തിനെക്കുറിച്ച്. ബോക്സിങ് ചെയ്തിട്ടുണ്ട്, ഒരു 5-6 കൊല്ലത്തോളം ചെയ്തിട്ടുണ്ട് ബോക്സിങ്, പല മേഖലയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമീച്ചർ ബോക്സിങ്, കിക്ക് ബോക്സിങ്, അങ്ങനെയുള്ള രീതിയിൽ. പക്ഷേ എനിക്ക് ഈ ഫിറ്റ്നസ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് ഒരു ഭാഗ്യം എനിക്കറിയാൻ സ്ട്രെങ്ത് ട്രെയിനിങ് മാത്രമാണ്. അതല്ലാണ്ടുള്ള വെയിറ്റ് ഗെയിനിങ്ങും ഒന്നും എനിക്കറിഞ്ഞൂടാ, സീറോ നോളേജാണ്. ഞാനിവിടെ കയറി ഇപ്പം എനിക്ക് പറയാൻ പറ്റും എനിക്കൊരാളെ മാറ്റാൻ പറ്റുമെന്ന്. കാര്യം ഈ ലോകത്ത് ഏറ്റവും
ഏറ്റവും വലിയ ഇതെന്ന് പറയാനായിട്ട് ആൾക്കാരുടെ ലൈഫ് ചേഞ്ച് ചെയ്യലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതും ആരെക്കൊണ്ടും പറ്റൂല, ദൈവത്തിനെ കൊണ്ടേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം പേരും. പക്ഷെ അതിലെനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും, എനിക്ക് ട്രെയിൻ ചെയ്ത ഒരാളുടെ ലൈഫ് മാറ്റാൻ പറ്റുമെന്ന്. കാര്യം മറ്റുള്ളവരുടെ ലൈഫ് നല്ലൊരു ഹാപ്പിനെസ്സിൽ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം വേറൊരു ഇതാണ്, പൈസയിലുപരി. അതുപോലെ തന്നെ പിന്നെ ഞാൻ ഈ വിജോ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു അക്കാഡമി ചൂസ് ചെയ്യാനുള്ള കാര്യം, ബേസ്. ഒരു വീട് പണിയണമെങ്കിൽ പറയും ബേസ് വേണമെന്ന്. ബേസ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. എനിക്ക് ആ ബേസിലായിരുന്നു കൂടുതലും വിശ്വാസം. ഞാൻ ഒരുപാട് പേര് മിസ്റ്റർ കേരള, മിസ്റ്റർ ഇന്ത്യ എല്ലാവരും അടിച്ച ഫ്രണ്ട്സ് എനിക്കുണ്ട്. പല മേഖലയിൽ ഇതാക്കണവരുണ്ട്, ദുബായിലായാലും അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലൊക്കെ. പക്ഷെ അവരൊക്കെ പറഞ്ഞത് എൻ്റെ അടുത്ത്, വിജോ ഫിറ്റ്നസ്സിൽ കയറിക്കോളാം, നിനക്ക് നോളേജ് കിട്ടും എന്ന് മാത്രമാണ് പറഞ്ഞത്. നിനക്ക് ഇത് കിട്ടും, വർക്ക് കിട്ടും, അല്ലെങ്കിൽ നിനക്ക് പ്ലേസ്മെൻറ്റ് കിട്ടും ഒന്നുമല്ല, നിനക്ക് നോളേജ് കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് ബേസ് പഠിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇതാണെന്ന് ഞാൻ വിചാരിച്ച് ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. പക്ഷേ ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് സീറോ നോളേജാണ്. ഇപ്പം എനിക്ക് MHR എന്താണ്, അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ, ഈ ബയോമെക്കാനിക്സ് എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതെല്ലാം ഇവിടെ വന്നിട്ട് ഞാൻ പഠിച്ചു. അതുപോലെ തന്നെ ഈ ഡയറ്റ് കൊടുക്കണത്, അതുപോലെ തന്നെ ഈ ഡയറ്റ് ബ്രേക്ക് എന്താണ്, അതുപോലെ റീഫീഡ് എന്താണ്, ഇതൊക്കെ ഇപ്പം ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ പോലും അത് കേൾക്കുമ്പോൾ വിചാരിക്കും അതൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നു, അത് ഞാൻ പഠിപ്പിച്ചുതരാം. തകർത്ത് എനിക്ക് വയ്യ. മൊത്തത്തിൽ ഹാപ്പിയാണ്. ഹാപ്പിയാണ്. വന്ന കാര്യങ്ങൾ നടന്നു. ഓക്കെ. അപ്പൊ സെറ്റ്. അപ്പൊ തോപ്പുംപടിയിലുണ്ട് ഇനി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ട്രെയിനർ അല്ലേ? പറഞ്ഞു. എൻ്റെ പേര് വിപിൻ, ഞാൻ മലപ്പുറത്തുനിന്ന് വരുന്നു. ഞാൻ ഇപ്പോൾ +2 കഴിഞ്ഞ് ഡയറക്റ്റ് ഇതിലേക്ക് വന്നതാണ്. എങ്ങനെയാണ് ഈ കോഴ്സും എങ്ങനെ പഠിക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ബയോളജിയാണ് ബേസായിട്ട് വരുന്നത്. ഹ്യൂമാനിറ്റീസ് പഠിച്ച് എനിക്ക് ബയോളജി ഒന്നും അറിയില്ല. എന്നെ പോലെ തന്നെ. സാറിനെ പോലെ തന്നെ. പിന്നെ അശ്വിൻ സാറും അജയ് സാറുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. അല്ലെങ്കിൽ എന്നത് നിർത്തി പോകേണ്ട ടൈം കഴിഞ്ഞു. പക്ഷെ ഇനി മുമ്പോട്ട് അങ്ങോട്ട് പോകുമ്പോൾ അശ്വിൻ സാറും അജയ് സാറും കൂടെ കാണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ചെയ്യണം. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യണം. അതിനുള്ളൊരു കോൺഫിഡൻസ് ഇവിടുന്ന് കിട്ടിയോ? കിട്ടി. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇത് +2 കഴിഞ്ഞപ്പം പഠിക്കാൻ വേണ്ടി വന്നു. പക്ഷെ ഡിഗ്രി എടുക്കണം, കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഈ ബാച്ചിൽ 1-2 പേരുണ്ട് +2 കഴിഞ്ഞ് വന്നേക്കുന്നവർ, ഡിപ്ലോമ കഴിഞ്ഞ് വന്നേക്കുന്നവരുണ്ട്. പക്ഷേ ഡിഗ്രി മസ്റ്റായിട്ടും കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ വരുന്തോറും നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് എന്നുള്ളത്. ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞ് പോയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഡിഗ്രി ഇല്ല, വേറൊരു ജോലിക്ക് പോകാൻ പറ്റില്ല, ഫർദറായിട്ട് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അങ്ങനെ വരുമ്പോഴായിരിക്കും പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഗ്രി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുക. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിഗ്രി നിങ്ങൾ മസ്റ്റായിട്ടും ഇതിൻ്റെ കൂടെ തന്നെ എടുക്കണം. ഇതിപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യാം, നിങ്ങളുടെ റിലേറ്റീവ്സിനെ ട്രെയിൻ ചെയ്യാം. ക്ലാസ് കഴിഞ്ഞ് വരുന്ന ഈവനിങ് ടൈമിലെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജിമ്മിൽ പോകാം, പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അപ്പം അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇനി ഞാൻ കാണാൻ നേരത്ത് സാറേ എല്ലാം പോയി, സാറേ സർട്ടിഫിക്കേഷൻ ചെയ്ത കാശും പോയെന്ന് പറയരുത്. പറയില്ല. ഹായ്, എൻ്റെ പേര് അജ്മൽ എന്നാണ്. ഞാൻ പാലക്കാട് പട്ടാമ്പിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഈ അക്കാഡമി സജസ്റ്റ് ചെയ്യുന്നത് എൻ്റെ കോച്ചാണ്. പിന്നെ ഇത് സാറിൻ്റെ ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ വർക്ക്ഷോപ്പിൻ്റെ ക്ലാസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാറ് 20 വർഷത്തോളമായിട്ട് അറിഞ്ഞ സാധനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. പിന്നെ ഇത്രയും വലിയൊരു ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളുടെ കീഴിൽ പഠിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം. അപ്പോൾ ഹാപ്പിയാണ്. ബാക്കി കോഴ്സ് കാര്യങ്ങൾ എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. പട്ടാമ്പിയിൽ നിന്ന് ഇവിടം വരെ വരാനുള്ള കാര്യം എന്താ? ശ്രീനാഥിൻ്റെ റെക്കമെൻഡേഷൻ ആണോ? അതെ. ഹായ്, ഞാൻ കൃഷ്ണകൃപ. ഞാൻ ആലപ്പുഴ കായംകുളത്തു നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫിറ്റ്നസിൻ്റെ തന്നെ. പക്ഷേ അവിടെ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. നേരത്തെ ഫിറ്റ്നസ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നോ? പഠിക്കുന്നുണ്ടായിരുന്നു, 2 months പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ എനിക്ക് അവിടെ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അവിടെ എല്ലാം അറിയാവുന്നവരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ അതുപോലെ തന്നെയായിരുന്നു പഠിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എല്ലാം ബേസ് തൊട്ട് ഫസ്റ്റിലേ എല്ലാം ബേസായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി വലിയ നോളജ് ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എല്ലാം പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിപ്പിക്കുന്നതുകൊണ്ട് എല്ലാം നന്നായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സാറുമാർ, അശ്വിൻ സാറാണേലും അജയ് സാറാണേലും നല്ല സപ്പോർട്ട് തരുന്നുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ക്യാച്ച് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഇവർ ഹാൻഡിൽ ചെയ്തു. എത്ര ഡൗട്ട് ഉണ്ടായാലും ചോദിച്ചാൽ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഓൾറെഡി ഹാപ്പിയാണ്. വന്ന കാര്യം അതിലെല്ലാത്തിലും തൃപ്തിയാണ്. നേരത്തെ ഏത് അക്കാഡമിയിലാണ് പഠിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അക്കാഡമിയുടെ പേര് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അതിനേക്കാളും ബെറ്ററായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഇവിടുന്ന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഹാപ്പിയാണ്. ഹായ്, ഞാൻ ഐഷ, കണ്ണൂർക്കാരിയാണ്. ഞാൻ മുന്നേ ഹൈസ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു.
ആ ഒരു സമയത്താണ് ഞാൻ ജിമ്മിന് പോയി തുടങ്ങിയത്. ആ ഒരു ടൈമിൽ എനിക്ക് ജിമ്മിനോടൊരു താല്പര്യം തോന്നിയും പിന്നെ എൻ്റെ വർക്ക് എനിക്ക് സ്വിച്ച് ചെയ്യണം എന്ന് തോന്നിയ സമയത്ത് ഞാൻ ഈ ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്യുകയും ചെയ്തു. ആ ടൈമിൽ ഞാൻ കുറേ അക്കാദമിക്സ് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിലൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷേ നോളജ് കുറവാണെന്നാണ്. പല ചാപ്റ്റേഴ്സും അവർ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. അതൊക്കെ കേട്ട് നിൽക്കുന്ന സമയത്ത് വേറെ അക്കാദമിയിൽ പഠിച്ചിട്ടുള്ള 2 ട്രെയിനേഴ്സ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സാണ്. അവർ പറഞ്ഞു വിജോ സാറിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത്ര അടിപൊളിയായിരുന്നു, നീ ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. അവിടെയാണെങ്കിൽ ഓഫ്ലൈനാണ് ടീച്ചറായെന്ന് എനിക്കറിയാം, ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു അക്കാദമിയിലേക്ക് ഞാൻ വന്നത്. പറഞ്ഞതിനേക്കാൾ ഉപരി എനിക്ക് ഇവിടുന്ന് അത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റി. അതായത് ഓരോ ക്ലാസ്സുകളും ഓരോ ചാപ്റ്റേഴ്സും അത്രയും മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അടുത്തയിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ഒക്കെ, അതല്ലാതെ എല്ലാവരെയും ഒരേപോലെ പഠിപ്പിക്കുക, വേണമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി എന്നുള്ള രീതി അല്ലാതെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ട് എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും അശ്വിൻ സാറും അജയ് സാറും റാഷി സാറും ഇപ്പോൾ സാറ് വന്നിട്ട് എടുത്ത ക്ലാസ്സുകളാണെങ്കിൽ പോലും അത്രയും പെർഫെക്റ്റ് ആണ്. എല്ലാവരും ഒരുപോലെ കണ്ട് അത്ര ഏത് സമയത്താണെങ്കിലും നമ്മൾക്ക് അത്രയും ക്ലിയർ ആക്കി തരുന്നുണ്ട്. അപ്പോൾ നാളെ ഇനിയിപ്പോൾ ഒരു ഫ്ലോറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്നുള്ള ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലേ? ഉണ്ട് തീർച്ചയായും ഹാപ്പിയാണ്. പേര്? വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ എവിടെ നിന്ന് വരുന്നു? കൊല്ലം. കൊല്ലത്തുനിന്ന് വരുന്നു. മറ്റുള്ള പല സ്ഥലത്തും അക്കാഡമി ഉണ്ട്, കേരളത്തിൽ തന്നെ ഒരുപാട് അക്കാഡമി ഉണ്ട്. വിഷ്ണുപ്രിയ കൊല്ലത്തുനിന്ന് കൊച്ചിയിൽ വിജോ ഫിറ്റ്നസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ? കാരണം ഞാൻ ഓൾറെഡി സാറിൻ്റെ വീഡിയോ കാണുമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഇവിടെ ബാച്ച് തുടങ്ങുന്നതെന്ന് അറിഞ്ഞായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്തിരുന്നത്, അപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല. സെക്കൻഡ് ബാച്ച് ആയപ്പോൾ ഞാൻ ജോയിൻ ചെയ്തു. എനിക്ക് കുറച്ച് നോളജ് അറിയണമായിരുന്നു. ഓൾറെഡി ഞാൻ ജിമ്മിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു ഇഞ്ചുറിയൊക്കെ ആയിട്ടുള്ള ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യിപ്പിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റിയൊക്കെ കുറച്ചും കൂടെയൊക്കെ അറിയണമെന്ന് തോന്നി, അങ്ങനെ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ എന്ത് വിചാരിച്ചു, എന്ത് പഠിക്കണം എന്ന് വിചാരിച്ചു വന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റുമോ? പറ്റിയിട്ടുണ്ട്. പ്രാക്ടിക്കലായിട്ടും ഡാറ്റ ന്യൂട്രീഷനായിട്ടും മറ്റുള്ള കാര്യങ്ങളുമായിട്ടും എല്ലാം അതെല്ലാം മനസ്സിലാക്കാൻ പറ്റുമോ? യെസ്, ഇനി നാളെ ഒരു ഫ്ലോറിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആൾക്കാരെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടോ ഇപ്പോൾ? വന്നിട്ടുണ്ട്. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പാ? യെസ്. ആണോ? ആണ്. അത് കേട്ടാൽ മതി. ഹാപ്പിയാ? ഹാപ്പി. എൻ്റെ പേര് അജേഷ്. ഞാൻ ബൈക്കിൽ നിന്നാണ് വരുന്നത്. മെയിൻലി ഇവിടെ വരാനുള്ള കാരണം, ഞാൻ ഇവിടെ പഠിക്കുന്നതിന് മുന്നേ, ചേരുന്നതിന് മുന്നേ 2-3 സ്ഥലത്ത് ഞാൻ എൻക്വയറി ചെയ്തായിരുന്നു. അപ്പോഴേക്കും എന്തോ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. വരുമ്പോൾ അവർ ചോദിക്കുന്നു, അവർ പറഞ്ഞു ഇത്ര സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇന്നത് ചെയ്യുന്നു, അത് ചെയ്യുന്നു എന്ന് കുറേ ഇങ്ങനെ പറയുന്നുണ്ട്. ബട്ട് നമുക്ക് എന്ത് കിട്ടുന്നു എന്നെനിക്കൊരു, പക്ഷെ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് എനിക്കൊരു ധാരണ, ഒരു തോട്ട് തന്നില്ല. അവിടെ നിന്ന് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കിട്ടും, അല്ലെങ്കിൽ പഠിച്ച് എനിക്ക് ജോലി ചെയ്യുമ്പോൾ ഇത് എഫക്റ്റീവ് ആവും എന്ന് തോന്നിയിട്ടില്ല. ബട്ട് സാറിൻ്റെ വീഡിയോ ഞാൻ കാണുന്നുണ്ടായി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ചിന് മുന്നേ തിരക്കിയപ്പോൾ സാറ് പറഞ്ഞത് ഇവിടെ ദുബായിലാണ്, കൊച്ചിയിലില്ല. അപ്പോൾ കൊച്ചിയിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇത് തോന്നി. അപ്പോഴേക്കും ഞാൻ ഫസ്റ്റ് ബാച്ച് വന്നപ്പോൾ എനിക്ക് ആ സമയത്ത് പറ്റിയില്ല, കുറച്ച് കണ്ടീഷൻസ് കാരണം. അതുകഴിഞ്ഞിട്ട് ഞാൻ 2ാമത്തെ ബാച്ചിൽ തിരക്കി. പിന്നെ സാറ് പറഞ്ഞു നിങ്ങൾ സർട്ടിഫിക്കറ്റ് എവിടെ കിട്ടുന്നോ, നല്ല സർട്ടിഫിക്കറ്റ് എവിടെ കിട്ടുന്നോ അവിടെ പോകും എന്ന് പറഞ്ഞപ്പോഴേക്കും എന്തോ ഒരു ഫീൽ കിട്ടി. അപ്പം ഞാനിവിടെ വന്നു, തിരക്കി, അന്വേഷിച്ചു. ബെസ്റ്റ് ആണെന്ന് പറയാം, അല്ല ബെസ്റ്റ് എന്ന് തന്നെ പറയാം. ഒരു ഫീൽ ഗുഡ്. സാറുമാരാണെങ്കിൽ തന്നെ പക്ക പറഞ്ഞു തരികയും പഠിപ്പിക്കും. നമുക്ക് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ പെർഫോം ചെയ്യാവുന്നൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. നമ്മൾ പറഞ്ഞ കാര്യം പക്കയാണ്, പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. താങ്ക്സ് ഫോർ വിജോ ഫിറ്റ്നസ് അക്കാഡമി. താങ്ക് യു സോ മച്ച്. ഹായ്, എൻ്റെ പേര് അമൽ. ഞാൻ ഇതിലേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഞാൻ ആദ്യം നല്ല വണ്ണുള്ള ഒരാളായിരുന്നു. അത് കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്ത് തുടങ്ങി എനിക്ക് ഇതിനോട് ഒരു ഇഷ്ടം വന്നു. ആ ഒരു വെയിറ്റൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ പല ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, നല്ല മാറ്റം ഉണ്ടല്ലോ. അപ്പോൾ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യണ, അത്യാവശ്യം ഞാൻ ചെയ്തിരുന്ന ജിമ്മിൽ ഞാൻ ട്രെയിനിങ് കൊടുത്തിരുന്നു. അങ്ങനെ എൻ്റെ ട്രെയിനറോട് ചോദിച്ചു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ട്രെയിനറാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് വിജോ ഫിറ്റ്നസ് അക്കാദമി. അങ്ങനെയാണ് എൻ്റെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സാറുമാരൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ്, നമുക്ക് എന്ത് ഡൗട്ടും ചോദിക്കാം. അപ്പോൾ അവർ ഒരു കുഴപ്പമില്ലാണ്ട് പറഞ്ഞിട്ട്, പിന്നെ നൈറ്റ് ആണെങ്കിലും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സാറുമാരെ വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും, ഇല്ലെങ്കിൽ സാറുമാർ നമ്മുടെ അടുത്തേക്ക് വരും, പറഞ്ഞു തരും. അങ്ങനെയൊക്കെയാണ് കുഴപ്പമില്ല. അതുപോലെ അമലിന് ഇപ്പം ഇൻ്റർവ്യൂ കിട്ടിയിട്ടില്ല ബാംഗ്ലൂർ, അതെങ്ങനെ കിട്ടി, ഏത് വഴിക്ക് കിട്ടി,
ആരെങ്കിലും ഈ പറയുന്ന പോലെ ഇവിടെ ജോബ് പ്ലേസ്മെൻറ്റ് ഉറപ്പ് തന്നിട്ട് വല്ലതും കിട്ടിയതാണോ? അല്ലല്ലോ, ഇവിടെ വന്നതിന് ശേഷമല്ലേ? അതെങ്ങനെയാണെന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞു. അപ്പം വരുന്ന പിള്ളേർക്കും കൂടെ അറിയാൻ പറ്റില്ല എങ്ങനെയാണ്. ഇപ്പോൾ ജോബ് ഇൻ്റർവ്യൂവിൻ്റെ നമ്മുടെ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ഞാൻ അവിടേക്ക് അവരോട് വിളിച്ചതിന് ശേഷം അവരെന്നോട് ചോദിച്ചു എവിടെ നിന്നാന്ന് ചോദിച്ചപ്പോൾ വിജോ ഫിറ്റ്നസ് അക്കാദമി എന്നാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് CV അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ CV ഒക്കെ അയച്ചു കൊടുത്തു. CV അയച്ചു കൊടുത്തതിന് ശേഷം എന്നെക്കുറിച്ച് പറയാൻ പറഞ്ഞു, ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിൽ ഇത്തിരി ബാക്കായിരുന്നു, എന്നാലും എനിക്കറിയാമെന്ന് വെച്ച് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എന്തായാലും വായു വിജോ ഫിറ്റ്നസ് അക്കാദമി എന്നല്ലേ, എന്തായാലും വായു നോക്കാമെന്ന് പറഞ്ഞു. ഇതാണ്. ഇപ്പോൾ അമലിനും ഈ പറയുന്നത് പോലെ തന്നെ ജോബ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഞങ്ങൾ കൊടുക്കുന്നെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ബാംഗ്ലൂരുള്ള അവിടെ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു. നമ്മളത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. ഈ പറയുന്ന പോലെ ഹൗ ടു ബിക്കം സക്സസ്ഫുൾ പേഴ്സണൽ ട്രെയിനർ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഒരു CV പ്രിപ്പറേഷൻ തൊട്ട് ബാക്കി ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടുന്ന് അപ്ലൈ ചെയ്തു. അമലിന് ഈ പറയുന്ന പോലെ ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പം പ്ലേസ്മെൻറ്റ് ആവട്ടെ എന്ന് നമുക്ക് വിഷ് ചെയ്യാം. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല അവിടം വരെ എത്തിയില്ലേ? യെസ്. എൻ്റെ പേര് ആഷിഖ്, മലപ്പുറത്ത് നിന്ന് വരുന്നത്. പിന്നെ ഞാനിവിടെ ജോയിൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ 2-3 അക്കാദമി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഫീൽഡിനോടുള്ള ഇഷ്ടം കൊണ്ടും എനിക്ക് 4 ആൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ടും ആണ് ഞാൻ ഈ മേഖലയിലേക്ക് വരാനുള്ള കാരണം. അപ്പോൾ പുറത്തൊക്കെ അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടാത്തൊരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാം ഓൺലൈൻ ക്ലാസ്സസാണ്. ഒരു 2-3 ദിവസത്തെ ഒരു പ്രാക്ടിക്കൽ ക്ലാസ് മാത്രമേ എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിക്കാൻ 1 ഡേ വീക്കാണ്. അപ്പോൾ എൻ്റെ ഒരു ഇതനുസരിച്ച് എനിക്ക് ക്ലാസ്സിലിരുന്ന് പഠിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ആ ഒരു പ്ലസ് പോയിന്റിലാണ് ഞാൻ വന്ന് എത്തിയതും. ഞാൻ സാറിനാണ് ഫസ്റ്റ് മെസ്സേജ് അയച്ചു, ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ സാറിന് എനിക്ക് തന്ന റിപ്ലൈ അതെന്നെ വല്ലാണ്ട് എന്ത് ചെയ്തു. അതായത് ഞാൻ ഫസ്റ്റ് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ കോഴ്സിൻ്റെ റേറ്റ് കുറയുമോ എന്നുള്ളതാണ്. എൻ്റെ ആവശ്യം അതായിരുന്നു. അതായത് നമ്മൾ പഠിക്കാനുണ്ടാക്കുന്ന ക്യാഷ് അങ്ങനെയാണല്ലോ. അപ്പോൾ എനിക്ക് സാറ് തന്ന മറുപടി വളരെ എന്നെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള വലിയൊരു റീസണാണ്. അപ്പോൾ സാറ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാനിത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ല, എനിക്കതിന് ഇത്രമാത്രം ചിലവുകളുണ്ട്, ഇന്ന മാതിരിയാണ് ഇതിൻ്റെ റീസൺ. അപ്പോൾ ആ ഒരു മറുപടി, അതായത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ ചെയ്യുന്നൊരു പരിപാടിയല്ല, ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടും ബാക്കിയുള്ളവർക്ക് അത് ആ ഒരു എന്താ പറയുക, അവർ ചെയ്യുന്ന ജോലിയിലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സാധനം എന്നെ വല്ലാണ്ട് ഇതാക്കി. പിന്നെ ഇവിടെ വന്നിട്ട് ഉണ്ടായ അനുഭവം, സാറുമാരാണെങ്കിലും നമുക്ക് നമ്മളെ രീതിയിൽ നമുക്ക് താഴ്ത്തിറങ്ങി വന്ന് പറഞ്ഞു തരാം എന്നൊക്കെ പറയണം. അത്രയും നമുക്ക് അതാണല്ലോ നമ്മളെ നോളജ്, നമ്മളേതാണല്ലോ നമുക്ക് നമ്മളെ ക്വാളിറ്റിയും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അപ്പോൾ അതായത് നമുക്കൊരു ചമ്മലും ഇല്ലാണ്ട് പഠിക്കാൻ, അതായത് എന്ത് പൊട്ടത്തിനും നമുക്ക് ചോദിക്കാം, എന്ത് തന്നെ ആയാലും നമുക്ക് ചോദിക്കാം. അത് ബാക്കിയുള്ളവരാരും നമ്മളെ കളിയാക്കുന്നില്ല. എല്ലാവരും ഈ ഒരു മേഖല പഠിക്കാനുള്ള ആൾക്കാരാണ്. നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് എന്താ നമ്മൾ ആ ഒരു കാണുന്നുണ്ടാവും. ഇതെല്ലാവരും ഒരേ രീതിയിൽ ഒരേ ഫോക്കസിൽ ഒരേ ലക്ഷ്യം വെച്ച് നടക്കുന്നതുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഇല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നു. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള തന്നെ ക്ലാസ് കഴിയുന്ന കാര്യം അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ ആഷിഖിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് വന്നപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടുന്ന് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു ഇതിൽ, അങ്ങനെ തന്നെ വേണം പറയാൻ. കാരണം നമ്മളും അത് ശരിയാണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം നമുക്ക് ഈ ബയോമെക്കാനിക്സ് അറിയില്ല, ഇതിൻ്റെ സെൻട്രൽ ഗ്രാവിറ്റി അറിയില്ല, ബാക്കിയുള്ളത് അറിയില്ല. ഓരോ വീഡിയോസ് കാണുമ്പോഴും നമ്മൾ ഓരോരുത്തർ പറഞ്ഞു തരുമ്പോഴും അതാണ് ശരി, നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ശരിയാണല്ലോ, ആ ഒരു കോൺസെപ്റ്റാണ് ഇത് മാറുന്നത്. ഇപ്പോൾ ഒരു ക്വാളിഫൈഡ് ട്രെയിനറാണെന്ന് ഉറപ്പിക്കാം. അതായത് നമ്മൾ പണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരാൾക്ക് നമ്മൾ ചെയ്ത വർക്കൗട്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വിട്ടുനിന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, അവൻ ചെയ്യുന്നത് ശരിയാണോ, പറഞ്ഞു കൊടുത്തത് ശരിയാണോ, നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അവൻ ചെയ്യും, സ്വാഭാവികം. പക്ഷെ അത് ശരിയാണോ എന്നുള്ള നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു സാധനം ഉണ്ടല്ലോ, അത് കിട്ടിയത് ഇവിടുന്നാണ്. താങ്ക് യു സോ മച്ച്. തൃപ്തനാണല്ലോ? ഒരുപാട്. ഞാൻ ചെറായിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആക്ച്വലി ഈ കോഴ്സ് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോഴ്സ് എടുക്കുന്നതിന് ഒരു 2-3 മന്ത് മുമ്പ് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്, ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുറച്ച് ഫാറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നുണ്ട് പോയത്, വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് ഓരോ വർക്കൗട്ട് ഇപ്പോൾ ഇത് എന്തിനാണ് ചെയ്യുന്നത് അത് അവർ ക്ലിയർ ആയിട്ട് തരുന്നുള്ളൂ. ഒരു ഡയറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഡയറ്റ് പ്ലാനോ എനിക്ക് വർക്കൗട്ടിനെ കുറിച്ചൊരു ക്ലിയർ ആയിട്ടുള്ളൊരിത് എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഓക്കെ, ഞാൻ യൂട്യൂബിലൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ സാറിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരി, എനിക്ക് കുറച്ച് ജെന്യുവനായി തോന്നി, കുറച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ നന്നായിട്ട് അറിയണമെന്ന് തോന്നി. അപ്പോൾ ഈ കോഴ്സ് ജോയിൻ ചെയ്തു. പക്ഷേ ഇവിടെ വന്നപ്പോൾ
ഇവിടുത്തെ സാറന്മാരാണെങ്കിലും ആഷി സാറാണെങ്കിലും അജയ് സാറാണെങ്കിലും അശ്വിൻ സാറാണെങ്കിലും വിജു സാറാണെങ്കിലും ഒരുപാട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തന്നു. ഇപ്പോൾ സാറിൻ്റെ ന്യൂട്രീഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണെങ്കിലും നമ്മൾക്ക് എങ്ങനെ ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാം, നമ്മളുടെ ആ ഫുഡ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം, നമ്മളുടെ ഇതിൽ വെച്ചിട്ടും ചെയ്യാം, അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പല തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു വർക്കൗട്ടിനെ കുറിച്ചൊക്കെ. അതങ്ങനെയല്ല എന്നുള്ളത് ക്ലിയർ ഇവിടെ വന്ന ശേഷമാണ് മനസ്സിലായത്. നല്ല അനുഭവമായിരുന്നു സാർ. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. തീർച്ചയായും സാർ പറയും. നിമിഷ ഒരു ജിം ഓണറും കൂടെയാണ്. മാത്രമല്ല വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നാളെ നിമിഷയുടെ സെക്കൻഡ് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാണ്. അപ്പം കൺഗ്രാറ്റ്സ്, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ന്യൂ ബ്രാഞ്ച്. ആൻഡ് നിമിഷ വന്നതും സർട്ടിഫിക്കേഷൻ ചെയ്യാൻ വന്ന കാര്യങ്ങളും ഒക്കെ പറയാം. ഓക്കെ, ഞാൻ വിജോ ഫിറ്റ്നസ് അക്കാഡമി തിരഞ്ഞെടുക്കാനുള്ള മെയിൻ കാര്യം ഞാൻ സാറിൻ്റെ വീഡിയോസ് ഒരുപാട് കാണുമായിരുന്നു. ഫസ്റ്റ് അപ്പോൾ ഞാൻ ഒരുപാട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. വർക്കൗട്ട് ചെയ്ത സമയത്തൊക്കെ വർക്കൗട്ട് ചെയ്ത് നിന്ന് വർക്കൗട്ട്സ് പഠിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഓരോ ആൾക്കാർ പറയുന്നതും ഓരോ പോസ്റ്റർ കറക്ഷനാണ്. ഇപ്പോൾ ഒരാൾ പറയുന്നതല്ല വേറൊരാൾ പറയുന്നത്. അപ്പോൾ ഞാൻ ആ ടൈമിൽ തന്നെ സാറിൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയത്. അങ്ങനെയാണ് സാറിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്കൊരു തോന്നൽ വന്നത്. പക്ഷേ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്, അതിലത്ത് ജെന്യുവനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ജിം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു. അപ്പോൾ ജിം ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ശരിക്കും ഇതിൻ്റെ കൂടുതൽ അറിയണം. അതായത് നമ്മുടെ ജിമ്മിൽ നിൽക്കുന്ന ഓരോ ട്രെയിനേഴ്സും പല പോസ്റ്റേഴ്സാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മാനേജ്മെൻറ്റ് ലെവലിൽ നിൽക്കുമ്പോൾ അവർക്ക് എത്രത്തോളം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനേഴ്സ് എല്ലാവരും ഒരേപോലെ ആയിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ വിജോ ഫിറ്റ്നസ് അക്കാഡമിയിൽ എന്നാൽ എനിക്ക് എന്ന് വെച്ചാൽ ഓൺലൈൻ കോഴ്സ് ചെയ്താൽ എനിക്ക് അത്രയും കിട്ടത്തില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഓഫ്ലൈൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് നടക്കുമായിരുന്നു ഓഫ്ലൈൻ. ഇപ്പോൾ ഞാൻ സാറിനെ എത്ര വട്ടം വിളിച്ചിട്ടുണ്ടാകും, ഞാൻ ഒരുപാട് വട്ടം കോൺടാക്ട് ചെയ്തു സാർ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ എനിക്ക് അത്രയും ബെറ്റർ ആണെന്നുള്ളത്. അങ്ങനെ നമ്മുടെ ട്രെയിനേഴ്സിന്, അതായത് നമ്മുടെ ജിമ്മിൽ വരുന്ന ഓരോ ക്ലയൻസിനും ഒരു തെറ്റിദ്ധാരണ ഇല്ലാതെ കറക്റ്റ് പോസ്റ്ററിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്നൊരു തോന്നൽ നമ്മുടെ ട്രെയിനേഴ്സിൻ്റെ അകത്ത് നിന്ന് ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിജോ ഫിറ്റ്നസ് അക്കാഡമി തിരഞ്ഞെടുത്തത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് മാക്സിമം എൻ്റെ എന്താ പറയുക പലവിധ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. ഇവിടുത്തെ അജയ് സാറാണെങ്കിലും അശ്വിൻ സാറാണെങ്കിലും റാഷി സാറ് എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. സാറിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പേഴ്സണലായിട്ട് സാറിനോട് ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ സാറ് മറുപടി തന്നിട്ടുണ്ട്. ജിമ്മുമായിട്ട് ബന്ധപ്പെട്ടതും നല്ല വർക്കൗട്ട്സിൻ്റെ കാര്യങ്ങളും എല്ലാം എനിക്ക് എന്താ പറയുക എനിക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിൽ നിന്നും എൻ്റെ കുറേ ക്ലാരിറ്റീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ താങ്ക് യു ഫോർ. അപ്പോൾ എല്ലാം കൊണ്ടും ഹാപ്പിയാണ്? വളരെ ഹാപ്പിയാണ്. ഞാനിപ്പോൾ എൻ്റെ ജിമ്മിലൊരു ട്രെയിനേഴ്സിനോട് എനിക്ക് എന്ത് പറയണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വർക്കൗട്ട് കൊടുക്കണമെന്ന് പറയാനായിട്ട് ഞാനിപ്പോൾ വളരെ എന്താ പറയുക കോൺഫിഡൻ്റ് ആണ്. ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ക്വാളിഫൈഡ്. ഹായ് സർ, ഗ്രീഷ്മ. ഞാൻ വരുന്നത് തൃശ്ശൂർ ചാലക്കുടിയിൽ നിന്നാണ്. ഞാൻ വിജോ ഫിറ്റ്നസ് അക്കാദമി തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പഠിക്കാനറിയുന്ന സമയത്ത് അത്യാവശ്യം കുറേ അക്കാദമിയിൽ നമ്മൾ ചെന്നായിരുന്നു, വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അവർ വിളിച്ചന്വേഷിച്ച സമയത്ത് ഞങ്ങൾക്ക് കുറേ വോയിസ് നോട്ടാണ് ഇട്ട് തന്നത്. അപ്പോൾ അതിലവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ക്ലാസ് വരുന്നത് ആഴ്ചയിൽ 2 ദിവസമൊക്കെ വന്നാൽ മതി, അങ്ങനെ ക്ലാസ് എടുക്കുള്ളൂ എന്നാണ് പറഞ്ഞു. ബാക്കിയൊക്കെ ഓൺലൈൻ വഴി. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വന്നിരുന്ന് പഠിച്ച് കിട്ടുന്ന ഇതാണ് എനിക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പം അങ്ങനെ നോക്കി വന്നപ്പോഴാണ് സാറിൻ്റെ വീഡിയോസ് കൂടുതൽ കാണാൻ ഇടയായത്. അങ്ങനെയാണ് എൻ്റെ ബ്രദറാണ് സാറിനെ കോൺടാക്ട് ചെയ്തത്. വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ ആൻ്റണി സാറിനെയാണ് ഇവിടെ വന്ന് കണ്ട് 1-2 വട്ടം ഞങ്ങളിവിടെ വന്ന് കണ്ട് സാറായിട്ട് സംസാരിച്ചായിരുന്നു. ഇങ്ങനെ ഒരു അക്കാഡമി ഇവിടെ ഉണ്ടോ അതോ ഉടായിപ്പാണോ? അങ്ങനെയല്ല. ഫസ്റ്റ് ഞങ്ങൾ വന്നത് ആൻ്റണി സാർ തന്നെയാണ് പറഞ്ഞത് വന്ന് ജിമ്മൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വന്നത്. ദെൻ പിന്നെ വന്ന് ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ മതിയെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. കാരണം എനിക്ക് ഓക്കെ ആയിരുന്നു ഇവിടെ. റാഷി സാറിനെ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക്. പിന്നെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പറയുന്നത് ഞങ്ങളുടെ സാറുമാർ തന്നെയാണ്. അജയ് സാറ്, റാഷി സാർ, അശ്വിൻ സാറൊക്കെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഡൗട്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഞങ്ങളെ ക്ലിയർ ചെയ്ത് തന്നെ ഞങ്ങൾക്ക് പോന്നിരിക്കുന്നത്. അജയ് സാർ, അശ്വിൻ സാർ എന്നൊക്കെ പറയുമ്പോൾ ഏത് നേരത്തും ഇപ്പോൾ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിലൊക്കെ പോയി തിരിച്ചു വന്നാൽ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ എവിടെയാണോ അവിടെ വന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ അത്രയും അവർ ഞങ്ങൾക്ക് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇത്രയും ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ക്ലാസ്സൊക്കെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുമുണ്ട്. അത് എത്രത്തോളം ഇനി അത് എഫക്റ്റാക്കി ഞങ്ങൾക്ക് ഫ്ലോറിൽ കാണിക്കാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, എത്രത്തോളം ഞങ്ങൾ പോകുന്നുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഹാപ്പിയാണ്. താങ്ക് യു. ഹായ്, എൻ്റെ പേര് വിശാൽ. എൻ്റെ സ്ഥലം കണ്ണൂരാണ്.
അപ്പോൾ ഞാൻ ഇവിടെ പഠിക്കാൻ ജോയിൻ ചെയ്തതെന്ന് വെച്ചാൽ മുന്നേ, അതായത് ഒരു 2 ഇയർ മുന്നേ ഞാൻ അന്വേഷിച്ചായിരുന്നു. അപ്പോൾ 2-3 അക്കാദമികൾ അന്വേഷിച്ചു. പിന്നെ അപ്പോൾ ഞാൻ അങ്ങോട്ട് അന്വേഷിച്ചാൽ അവർ പിന്നെ ഒരു 6 മന്തൊക്കെ കഴിഞ്ഞ് അവർ എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കായിരുന്നു. അപ്പോൾ എനിക്കാണ് നോളജ് വേണ്ടത്. അപ്പോൾ അതെനിക്ക് ഇഷ്ടമായില്ല. മീൻസ് ലൈക്ക് അവർ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് നിൽക്കും, അവിടെ വരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ റിസർച്ച് ചെയ്തു. സാറ് വീഡിയോ കണ്ടു. അപ്പോൾ അതിൽ കുറച്ച് എത്തിക്സും കുറച്ച് ട്രസ്റ്റൊക്കെ വന്നതുകൊണ്ട് ഇവിടെ ജോയിൻ ചെയ്തു. പിന്നെ അശ്വിൻ സാറ്, അജയ് സാറ്, റാഷി സാറ് ഇവരൊക്കെ പഠിപ്പിക്കുന്ന രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സർട്ടിഫൈഡ് അല്ല, കുറച്ച് ക്വാളിഫൈഡ് ആണെന്ന് തോന്നുന്നു. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹായ്, എൻ്റെ പേര് ആദിത്യ. എൻ്റെ വീട് ആലപ്പുഴയാണ്. ഞാനിവിടെ വരാൻ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഫീൽഡ് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ ആദ്യം സമ്മതിക്കില്ലായിരുന്നു. ലേഡീസ് പൊതുവേ ഈ ഫീൽഡിലോട്ട് വരില്ല, ഞങ്ങളുടെ അത്യാവശ്യം നാട്ടുംപുറം പോലെയൊക്കെയാണ്. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് അധികം ആരും ജിമ്മിൽ പോകുന്നവരുമില്ല. എനിക്ക് ജിമ്മിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴും വീട്ടിൽ ആദ്യം സമ്മതിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് ജിമ്മിൽ പോയി ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോഴത്തേന് എന്തുകൊണ്ട് ഈ ഫീൽഡിലോട്ട് വന്നുകൂടാ എന്നെനിക്ക് തോന്നി. എൻ്റെ ചേട്ടൻ ട്രെയിനറാണ്. ഞാൻ ചേട്ടനെ വിളിച്ചു, തിരക്കി. അപ്പോഴത്തേന് ചേട്ടൻ പറഞ്ഞു, നല്ലൊരു ഫീൽഡാണ്, നിനക്ക് പോകുന്ന കൊണ്ട് ഉപയോഗം മാത്രമേ ഉള്ളൂ, നീ പൊക്കോന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ തിരക്കാൻ തുടങ്ങി. ഓൾമോസ്റ്റ് എല്ലാ അക്കാദമിയിലും ഞാൻ വിളിച്ച് തിരക്കാൻ തുടങ്ങി. തിരക്കി ലാസ്റ്റ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം എനിക്ക് ടെൻഷനായിരുന്നു. എല്ലാവരും ട്രെയിൻ എന്തുകൊണ്ട് ഇത്ര സ്ഥലത്ത് തിരക്കിയിട്ട് അവസാനം ഇവിടെ തന്നെ വന്ന് പെട്ടത്? ഇവിടെയാ ബെസ്റ്റ് എന്ന് തോന്നി എനിക്ക്. തോന്നാനുള്ള എന്തെങ്കിലും റീസൺ ഉണ്ടോ? സാറിന്റെ ഇവിടുത്തെ വിളിച്ച് ഇറക്കിയപ്പോഴത്തേന് ഇവിടെ നിന്ന് പറഞ്ഞ പോലെയല്ല ബാക്കിയുള്ളവരുടെ നിന്ന് എനിക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ കുറച്ച് നാളായിട്ട് ജിമ്മിൽ പോകുന്നുള്ള, എനിക്ക് അധികം കാര്യം കറക്റ്റായിട്ട് അറിയത്തില്ല. എനിക്ക് പഠിക്കാനായിട്ടാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേന് അവർ പറഞ്ഞ് ഓക്കെ വന്നോ, എല്ലാത്തിനും കൂടെ നിൽക്കാം, പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ മെസ്സേജ് അയക്കുന്നത് മറ്റേ അഡ്മിഷൻ ഓപ്പൺ ആവുന്നു വേഗം വാ. പക്ഷേ ഇവിടെ നിന്ന് ഇറക്കിയപ്പോഴത്തേന് നിങ്ങൾക്ക് പഠിക്കണോ, നിങ്ങളിവിടെ വന്ന് പഠിച്ചോ, ആ ഒരു ഇതാ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഓക്കെ കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ വന്ന് ഫസ്റ്റ് ക്ലാസ് ഇരുന്നപ്പോഴത്തേന് ഞാൻ വിചാരിച്ചത് എല്ലാവരും ട്രെയിനർമാരായിരിക്കും, എനിക്ക് മാത്രമായിരിക്കും ഒന്നും അറിയാത്ത വന്നിരിക്കുന്നതെന്നുള്ള ടെൻഷനില്ല. എന്നാൽ പഠിപ്പിച്ചു തരുന്ന രീതി ഒത്തിരി എനിക്കിഷ്ടമായി. കാരണം അജയ് സാറായാലും അശ്വിൻ സാറായാലും ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എപ്പോഴാണോ മനസ്സിലാവുന്നത് അതുവരെ നമ്മുടെ കൂടെ നിന്ന് പറഞ്ഞു തന്ന് ഏതൊരു സംശയം ഉണ്ടെങ്കിലും ആ സംശയമെല്ലാം തീർത്ത് എല്ലാത്തിനും കൂടെ നിന്ന് ഒരു സാറന്മാരെന്നുള്ള രീതിയിലല്ല, കൂടുതൽ ഫ്രണ്ട്സ് എന്നുള്ള രീതി പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ആ ഒരു രീതിയിൽ തന്നെ ഇവർ നിന്ന് പഠിപ്പിച്ചതെല്ലാവരും. അപ്പോൾ ഇതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാം കൊണ്ട് ഹാപ്പിയാണ്? ആണ്. ക്വാളിഫൈഡ് ആവും? അതെ, ആവും. ഇങ്ങോട്ട് ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് വരാം. ടീഷർട്ടൊക്കെ കിടന്ന് പെട്ടയ്ക്കുന്നു. റണ്ണിങ്ങാണോ? ആണോ? ഇന്നലെ മുടിയൊക്കെ കൂട്ടി സുന്ദരനായിട്ട് വരും, ഇന്ന് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞ മറന്നുപോയല്ലേ? പോട്ടെ. എൻ്റെ പേര് അനിജിത്ത്. എൻ്റെ വീട് ആലപ്പുഴയിലാണ്. ഞാൻ സ്പോർട്സ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, കയാക്കിങ്. പിന്നെ കുറച്ച് നാൾ വള്ളംകളി, ആ ഫീൽഡിലും പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബേസിലാണ് എനിക്ക് സ്പോർട്സ് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ഭയങ്കര താല്പര്യം. അതുകൊണ്ട് ആണ് ഞാൻ മെയിനായിട്ട് ഈ ഫീൽഡ് തിരഞ്ഞെടുക്കാൻ കാര്യം. പിന്നെ ഇങ്ങനെ പല സ്ഥലത്തും അന്വേഷിച്ചിട്ടും പിന്നെ സാറ് സ്പോർട്സ്മാനാന്ന് ഞാനിങ്ങനെ അറിഞ്ഞ്. അതിൻ്റെ ഈ സ്പോർട്സ് ബേസ് വരുമ്പോഴും ഈ ജിം ബേസ് വരുമ്പോഴും ആളുകൾക്ക് ഒരേ വ്യത്യാസങ്ങളുണ്ട്. ഈ ജിം ഡയറക്റ്റ് വരുന്നവരും ഈ ഹോസ്റ്റലും ഈ ഒരു കോമ്പറ്റീഷനൊക്കെ ചെയ്തവർക്കും അതിൻ്റെതായിട്ടുള്ള ഒരു റെസ്പെക്റ്റും ഒരിതുണ്ട്. അല്ലാതെ നോർമലായിട്ട് വരുന്ന കാഷ്വൽ വരുന്നവരെ പോലല്ല വരുന്നത്. അത് കണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങോട്ട് വരാൻ കാര്യം. എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ? ക്ലാസ് ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഈ സാറുമാരൊക്കെ, അജയുടെ അശ്വിൻ്റെ പേര് ഇവിടെ പറയണം, സാറുമാരൊക്കെ ഫുൾ സപ്പോർട്ടാണ്. നമ്മളെ കൂട്ടുകാരെ പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത് നിൽക്കേണ്ട രീതിയിൽ നിൽക്കുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് എല്ലാ രീതിയിലും നല്ല സപ്പോർട്ടാണ്. മൊത്തത്തിൽ ഹാപ്പിയാണ്. കുറച്ചും കൂടെ അപ്ഡേറ്റ് ആയെന്ന്. പിന്നെ നമ്മുടെ ഹൗ ടു ബിക്കം സക്സസ്ഫുൾ പേഴ്സണൽ ട്രെയിനർ, നിങ്ങളുടെ സിലബസ് ഇല്ലാത്ത നമ്മൾ വേറെ തരുന്ന സർട്ടിഫിക്കേഷൻ വർക്ക്ഷോപ്പ്, അതേപോലെ തന്നെ ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ വർക്ക്ഷോപ്പ്, പിന്നെ നമ്മളിപ്പം ലാസ്റ്റ് എടുത്ത എക്സസൈസ് കറക്റ്റീവ് പ്രാക്ടിക്കൽ വർക്ക്ഷോപ്സ്, ഇതിൽ നിന്നൊക്കെ
ഇതിനെ ആ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് നമുക്ക് കുറച്ചും കൂടെ നോളജ് കിട്ടി, അപ്ഡേറ്റ് ആയി, ഇച്ചിരി കൂടെ പ്രൊഫഷണലിസം യെസ്, ഒരാളുടെ എങ്ങനെ പ്രൊഫഷണലായിട്ട് നിൽക്കണം, ആറ്റിറ്റ്യൂഡ് ഇച്ചിരിയും കുറച്ചും കൂടെ കോൺഫിഡൻറ്റ് കിട്ടി ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കുക. അപ്പോൾ വെറുതെ സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല പോകുന്നത്, യെസ്, ക്വാളിഫൈഡ് ആയിട്ടാണ്. ഹായ്, ഞാൻ ഷാമിൽ. ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇതൊക്കെ വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ 3-4 അക്കാഡമിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലെല്ലായിടത്തും ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം മുതലേ പഠിക്കാൻ കുറച്ച് പിന്നോട്ടാണ്, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഓൺലൈൻ ക്ലാസ്സായി എന്തായാലും ഞാൻ അതിൽ കയറില്ല, ശ്രദ്ധിക്കില്ല. അപ്പോൾ ഓഫ്ലൈൻ തന്നെ നോക്കാൻ വിചാരിച്ചു. അപ്പോൾ സാറിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ തന്നെ ചേരാൻ തീരുമാനിച്ച് അങ്ങനെയാണ് ഇവിടെ ചേരുന്നത്. ഞാൻ ചെറുപ്പം മുതൽ സ്പോർട്സാണ് ഇൻട്രസ്റ്റ്. പിന്നെ ഒരു വർഷമായിട്ട് വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്കൗട്ടില്ലാതെ എനിക്കൊരു ദിവസം പോലും പറ്റില്ല. അപ്പോൾ തന്നെ എൻ്റെ പ്രൊഫഷണലാക്കാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യണത്. ഇവിടെ ചേർന്നതിന് ശേഷം ഫസ്റ്റൊന്നും ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല. എനിക്ക് പെട്ടെന്ന് മനസ്സിലാവണ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചു എനിക്കിനൊന്നും പറ്റൂല. അപ്പോൾ സാർമാർ നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങൾ ലോ ആയിരിക്കുന്ന ടൈമിൽ അശ്വിൻ സാറ് നല്ല മോട്ടിവേഷൻ ചെയ്തിരുന്നു, എനിക്ക് പറ്റും. അപ്പോൾ പിന്നെ മുതൽ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. അജയ് സാറാണേലും നല്ല കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. സാർമാരെല്ലാവരും അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്? എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ 7 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ മിസ്റ്റേക്സ് ചെയ്യുന്നു, വർക്കൗട്ടും കാര്യങ്ങളും. ഇവിടെ വന്നിട്ട് എനിക്ക് കുറേ കാര്യം ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പോൾ വന്നേൽ നല്ല ബെറ്ററായിട്ട് തോന്നി. ഇവിടെ വന്നേൽ വേറെ എവിടെ പോയാലും എനിക്കിത് കിട്ടിയിരുന്നില്ല. എനിക്ക് 100% ഉറപ്പാണ്. വേറെ ഏത് അക്കാഡമി പോയാലും ഈ ഒരു ഇത് കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പാണ്. അതാണ്. എൻ്റെ പേര് എവിൻ ബിൽപോസ്. എൻ്റെ വീട് കിഴക്കമ്പലത്താണ്. ഞാൻ ഒരു CFT സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ ട്രെയിനറാണ്. പക്ഷേ അതൊരു ഗവൺമെൻറ് കോഴ്സാണ്, ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. പക്ഷേ അതിനകത്തെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റില്ല. ഇങ്ങനെ ഓഫ്ലൈൻ ക്ലാസ് അല്ല, ആ വീക്കിലി ഉള്ള ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ നേരത്തെ ഞാൻ പള്ളിക്കരയിലാണ് വർക്ക് ചെയ്യണത്, ഒളിമ്പിയ ഫിറ്റ്നസ്സിൽ. പക്ഷേ ക്ലയൻസിന് കൊടുക്കുമ്പോഴാണെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എന്താണ് അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ, സയൻസ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എപ്പോഴും ഡൗട്ടാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും കൊടുക്കാൻ നേരത്താണെങ്കിലും നമ്മൾ ആശാനോട് ചോദിക്കും. അതേപോലെ ന്യൂട്രീഷൻ അഡ്വൈസ് കൊടുക്കുമ്പോഴാണെങ്കിലും എന്ത് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം ഒന്നും അറിയില്ല. പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കുറേ ബുദ്ധിമുട്ടാണ്, കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരും കുറേ പേര് ട്രെയിനേഴ്സായിട്ട് വർക്ക് ചെയ്യണ കുറേ ചേട്ടന്മാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ അവർ പഠിച്ച അക്കാഡമിയിൽ പോട്ടെ എന്ന് വെച്ചപ്പോൾ അവർ കുറച്ച് പേര് പേഴ്സണലായിട്ട് പറഞ്ഞാൽ അവിടെ വേണ്ട, ശരിയാവില്ല, കാരണം നമുക്ക് തന്നെ ഒന്നും കിട്ടിയില്ല, നീയും പോയി ചാടണ്ട, വെറുതെ നല്ലൊരു സ്ഥലം നോക്കട്ടെ, അവർ നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ തുടങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പോയി വരാൻ എളുപ്പമാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഞാൻ വിജോയിൽ കയറി, നല്ല അത്യാവശ്യം കൊള്ളാം, പുള്ളിക്കാണല്ലോ ഒരു പ്രൊഫൈലുണ്ട്, വലിയ എന്തെങ്കിലും കിട്ടൂടാ, കയറിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടിയോ? ഡൗട്ടൊക്കെ കുറേ മാറി കിട്ടി. അങ്ങനെ ഇവിടെ റാഡിലുണ്ടായിരുന്നപ്പോൾ അവിടെ വന്ന് അന്വേഷിച്ച് റാഷി സാറിനെ വന്നപ്പോൾ പിന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് സാറിൻ്റെ ഈ ന്യൂട്രീഷൻ വർക്ക്ഷോപ്പൊക്കെ കേട്ടപ്പോൾ ഇച്ചിരിയും കൂടി എന്താണ് സംഭവം ഇതിൻ്റെ ബാക്കിലുള്ള, അങ്ങനെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റി, മനസ്സിലാക്കാൻ പറ്റി. പിന്നെ വർക്കൗട്ട് കണ്ടപ്പോഴാണെങ്കിലും ഇച്ചിരിയും കൂടി എഫക്റ്റീവായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ഇവിടുത്തെ സാറുമാരാണെങ്കിലും അങ്ങനെ തന്നെ എന്നെ ഇവിടെ ലൈറ്റൻറ്റിൽ ഇവിടെ അജയ് സാറൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തു, ഇങ്ങനെ ഒരു പയ്യനുണ്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ താഴത്ത്, ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോയിട്ടുണ്ട്. ഹാപ്പിയാണോ? കുഴപ്പമില്ല, ഹാപ്പിയാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പറയൂ. എൻ്റെ പേര് അശ്വിൻ, ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് വിജയ് ഫിറ്റ്നസ് അക്കാഡമി സെലക്ട് ചെയ്തത്, ഞാൻ പണ്ട് തൊട്ടേ സാറിൻ്റെ കുറേ വീഡിയോസൊക്കെ കാണുമായിരുന്നു. അപ്പോൾ അത് ഞാൻ സാറിൻ്റെ അല്ല വേറെ ഇൻഫ്ലുവൻസിൻ്റെ വീഡിയോസ് കണ്ടിരുന്നു. അപ്പം അതിന് കഴിഞ്ഞും ബെറ്ററായിട്ട് സാറ് ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരിലേക്ക് മാക്സിമം എത്തിക്കാൻ നോക്കുന്നു. അങ്ങനെ ഒരു ജെനുവിനിറ്റി ഫീൽ ചെയ്തു. ദെൻ അക്കാഡമി തുടങ്ങുവാന്ന് ജസ്റ്റ് ഒരു ആഡ് കണ്ടിരുന്നു. അപ്പം അതിനെ തുടർന്ന് ഞാനൊന്ന് അന്വേഷിച്ച് 2-3 അക്കാഡമി പോയിരുന്നു. അപ്പം അവരെല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന, അവർ മാക്സിമം എങ്ങനെ സ്റ്റുഡൻസിന് അവർക്ക് സീറ്റ് അപ്ലൈ എന്നുള്ളതിനാണ് അവർ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ചെയ്തില്ല. നിങ്ങൾ വന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് നിങ്ങൾക്ക് അഡാപ്റ്റ് ആയാൽ മാത്രം സീറ്റ് സ്ലോട്ട് ബുക്ക് ചെയ്താൽ മതി.
അങ്ങനെ പറഞ്ഞു. ദെൻ ഞാൻ ആക്ച്വലി ആം റെസ്ലിംഗ് ചെയ്യുന്നതാണ്, ഒരു 4 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളൊരു 4-5 പേരുണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇവരെല്ലാം ട്രെയിൻ ചെയ്യിക്കുന്ന ഞാൻ തന്നെയായിരുന്നു. അപ്പം എന്നെ ഇങ്ങനെ ഇവർ എപ്പോഴും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഫീൽഡ് ഇതല്ല, എനിക്ക് കുറച്ചും കൂടി ഒരു ബെറ്ററായിട്ട് ചെയ്യിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, എല്ലാവർക്കും താല്പര്യമുണ്ട്, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന മെത്തേഡ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഫിറ്റ്നസ് അക്കാഡമി സെലക്ട് ചെയ്തത്. പിന്നെ ഇവിടുത്തെ വന്നു ജോയിൻ ചെയ്തു. സാറുമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ടീച്ചർ സ്റ്റുഡൻറ്റ് ബന്ധമല്ല ഞങ്ങൾ തമ്മിലുള്ള, ഞങ്ങളെല്ലാം ഫ്രണ്ട്സാണ്, എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കും. സാർ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് ലൈക്ക് ഇപ്പം അശ്വിൻ സാറിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണത്, എത്ര നൈറ്റ് വിളിച്ചാലും സാറ് കോൾ അറ്റൻഡ് ചെയ്ത് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സാറ് ക്ലിയർ ചെയ്യും. അതേപോലെ അജയ് സാറാണെങ്കിലും ജിമ്മിലായിരിക്കും, പക്ഷേ പുള്ളിയുടെ ഫ്രീ ടൈമിൽ മാക്സിമം പുള്ളി നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എൻഗേജ് ആണെങ്കിലും സാറിനോട് പറയാൻ സാറിനത് മനസ്സിലാവും. പിന്നെ ഇപ്പം ഞാൻ ഇവിടെ എലിറ്റനിൽ വർക്ക് ചെയ്യുന്നു. ഫൈനൊരു 4 PT ഉണ്ട്, ഹാപ്പിയാണ്. വെരി ഗുഡ്. നമ്മൾ നേരത്തെ ഫാമിലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എലിറ്റനിൽ ഇൻറ്റേൺഷിപ്പോട് കൂടി ആദ്യം ചെയ്തു, ഇപ്പം പ്ലേസ്മെൻ്റ് ആയിട്ടുണ്ട് ഇവിടെ തന്നെ. അപ്പം ഇതേ ജിമ്മിൽ തന്നെ വർക്ക് ചെയ്യുന്ന രണ്ടാമത്തെ ആളാണ്. ഇനിയും 2-3 പേരെയും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം നമ്മുടെ ഇത്രയും സ്റ്റുഡൻസിൽ നിന്ന് ഒരുപാട് പേർക്ക് ജോലി കിട്ടുക എന്നറിയുമ്പോൾ. രണ്ടാമത്, ഓഫ്ലൈൻ ഓൺലൈൻ ബിസിനസ് നിങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഒരു സക്സസ്ഫുൾ പേഴ്സണൽ ട്രെയിനറായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വരാം, ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ നമ്മുടെ ഒരു സിലബസിൽ നിന്ന് മാറി നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ, ഞാൻ വന്നെടുത്ത വർക്ക്ഷോപ്പ്, അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ബെനിഫിറ്റ്സ് എന്താണ്? നമുക്ക് കുറേ പണ്ടത്തെ ജിമ്മുകൾ വർക്കൗട്ട് ചെയ്തിരുന്ന കുറേ അബദ്ധങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടായി. അതായത് ഒരാൾ വന്ന് എങ്ങനെ ട്രീറ്റ് ചെയ്യണം ഫസ്റ്റ് ടൈം. അതായത് ഒരു ക്ലയൻറ്റ് വന്നു, അവർക്ക് നമ്മൾ നോർമൽ കണ്ടുവന്നു വെച്ചാൽ വന്നു ജസ്റ്റ് എല്ലാവർക്കും ഒരേ സെറ്റ് ഓഫ് വർക്കൗട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയല്ല കൊടുക്കേണ്ടതെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മാറി കിട്ടി. ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലായിട്ട്, അതിപ്പം പ്രായമുള്ളവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഓരോരുത്തർക്കും സെറ്റ്, അതായത് നമ്മൾ കൊടുക്കുന്ന വർക്കൗട്ട്സ് മെത്തേഡ് വേറെ ആയിരിക്കണം. അതേപോലെ ക്ലയൻറ്റിൻ്റെ ഒരു ലക്ഷ്യം ഉണ്ടാവും എല്ലാ ക്ലയൻറ്റിനും ജിമ്മിൽ വരുന്നതിന്. അപ്പോൾ അതിനുള്ള വർക്കൗട്ട് മെത്തേഡ് കറക്റ്റായിട്ട് ചെയ്യണം, അതിനുള്ള ന്യൂട്രീഷൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണം. അതിനൊക്കെ കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ് ഉണ്ടായി നോളജിൽ. മൊത്തത്തിൽ ഹാപ്പിയാണ്. അപ്പം ക്വാളിഫൈഡ് ആയി. ഹായ്, എൻ്റെ പേര് ഷില്ലു. ഞാൻ കോട്ടയം പുതുപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ലാസ്റ്റ് ബാച്ചിലുള്ള അശ്വിനാണ് എന്നെ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തത്. അപ്പം ഞാനിങ്ങനെ എനിക്കങ്ങനെ ഒരുപാട് തപ്പി നടക്കേണ്ടൊന്നും വന്നിട്ടില്ല ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴ്സ് ചെയ്യണം എന്നുള്ളത്. കാരണം ഞാൻ പണ്ടോട്ട് വിജയചേട്ടൻ്റെ സബ്സ്ക്രൈബറാണ്, അങ്ങനെ വിളിക്കുന്നത് ആരാധകനാണ്. അപ്പോൾ എനിക്കങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും ഞാൻ അന്വേഷിച്ച് നടന്നില്ല. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കാരണം എനിക്ക് വീഡിയോയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ലാസ്റ്റ് ഒരു 6-7 years ആയിട്ട് LICയിൽ ഓഫീസ് മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഞാനത് ക്വിറ്റ് ചെയ്തിട്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. അപ്പം വന്ന സമയത്ത് നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കാരണം വീട്ടിൽ നിന്ന് അങ്ങനെ വലിയ സപ്പോർട്ടൊന്നുമില്ല. എനിക്ക് ഓൾറെഡി 30 വയസ്സുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിവിടെ വന്നു കഴിഞ്ഞ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടീച്ചിങ് സ്റ്റൈലായാലും ക്ലാസ്സിൻ്റെ അറ്റ്മോസ്ഫിയർ ആയാലും മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബാണ്. പിന്നെ സാറിൻ്റെ ന്യൂട്രീഷൻ ക്ലാസ്, എനിക്കിങ്ങനെ ഈ ഡയറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും വലിയ നോളജ് ഇല്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ വർക്കൗട്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഒരുപാട് ക്ലിയർ ആയിപ്പോൾ വളരെ ഹാപ്പിയാണ്. അപ്പം ഓക്കെയാണ്, വളരെ ഓക്കെയാണ്. അപ്പം ജോയിൻ ചെയ്തതിൽ ഒരു കുറ്റബോധമില്ല? ഒരു കുറ്റബോധവും ഇല്ല. ഹലോ, എൻ്റെ പേര് ഫാമിൽ. ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. സോ ഞാൻ കോഴ്സിന് ചേരാൻ കാരണം ഞാനിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 14 വർഷമായിട്ട് അത്ലറ്റാണ്. ഓക്കെ, തൈക്വോണ്ടോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് സ്പോർട്സും സ്ട്രെങ്ത് ട്രെയിനിങ്ങും തമ്മിലുള്ള ഒരു കണക്ഷൻ എനിക്ക് അത്ലറ്റ് ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായി. സ്ട്രെങ്ത് ട്രെയിനിങ് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലായി. സോ ഒരു അക്കാഡമി ചൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ വേറെ കുറച്ച് കോഴ്സുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, CSEs അങ്ങനെ കുറച്ച് കോഴ്സുകളൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. ബട്ട് ഞാൻ പെട്ടെന്ന് സാറിൻ്റെ ഒരു ആഡ് കണ്ടു. സോ പെട്ടെന്ന് വീട്ടിൽ പറഞ്ഞു, സംസാരിച്ചു, ജോയിൻ ചെയ്തതാണ്. ആൻഡ് എന്നെ മെയിനായിട്ട് ഇതിലേക്ക് അട്രാക്ട് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോട്ടാണ്, ഡോണ്ട് ജസ്റ്റ് ഗെറ്റ് സർട്ടിഫൈഡ് ബട്ട് ഗെറ്റ് ക്വാളിഫൈഡ്. ഓക്കെ, അത് ഞാൻ സാറുമായിട്ട് സംസാരിക്കുന്നുണ്ടായി, ഇങ്ങനെ എനിക്കൊരു ക്വാളിഫൈഡ് ട്രെയിനറാണ്. എൻ്റെ ട്രെയിനേഴ്സൊക്കെ പറയുന്നുണ്ടായി, ഫാമിലി സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരിക്കലും ചെയ്യരുത്, ക്വാളിഫിക്കേഷൻ കിട്ടുന്ന എവിടെയെങ്കിലും പോകണം. അപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. ആൻഡ് ഇപ്പോൾ ഇവിടെ തന്നെ എലൈറ്റൻ്റിൽ ഇപ്പോൾ കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു. ഓൾമോസ്റ്റ് 1 month ആവാറായി. എനിക്കിപ്പോൾ ഒരു 7 PTs ഓൾമോസ്റ്റ് ഉണ്ട്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ ഉള്ള സ്റ്റുഡൻസിന് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ളൊരു ചാൻസ് നമ്മൾ ഈ അക്കാഡമി പ്രവർത്തിക്കുന്ന ഇതേ ബിൽഡിങ്ങിൽ തന്നെ എലിറ്റൻ പെർഫോമൻസ് സെൻറ്ററിലുണ്ട്.
അപ്പം അവിടെ എൻ്റെ 2 സുഹൃത്തുക്കൾ തന്നെ, എനിക്ക് ബ്രദേഴ്സിനെ പോലെയുള്ള 2 പേരാണ്, പുന്നനും ഡെന്നീസും. അവർ 2 പേരും തന്നെ നടത്തുന്ന ജിമ്മാണ്. അപ്പം നമ്മുടെ സ്റ്റുഡൻസിന് അവിടെ പ്ലേസ്മെൻറ്റ് കിട്ടുകയും അവരുടെ നോളജ് ഇനിയും വീണ്ടും കൂടത്തക്ക രീതിയിലുള്ള ഒരു ഫെസിലിറ്റിയും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഇൻറ്റേൺഷിപ്പിൽ നിൽക്കുകയും പിന്നെ രണ്ടാമത് അവിടെ പ്ലേസ്മെൻറ്റ് കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഇൻറ്റേൺഷിപ്പ്, അതിനോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ കോഴ്സ് കഴിയുമ്പോൾ തന്നെ ജോലി, ഇപ്പം തന്നെ PT ചെയ്യുന്നുണ്ട്, 7ഓളം PT ക്ലയൻസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു അക്കാഡമി നടത്തുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഏറ്റവും ഒരു സന്തോഷകരമായ കാര്യം. പിന്നെ ബാക്കിയുള്ള നമ്മുടെ ഓരോ കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഫാമിലിന് എന്താ പറയാനുള്ളത്? ഞാൻ ഒരുപാട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലായിടത്തും കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ ട്രെയിനിങ്, ആര് വന്നാലും ഒരേ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ തന്നെ. ബട്ട് ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു ഇഞ്ചുറി ഉള്ള ക്ലയൻ്റ് ആണെങ്കിൽ എങ്ങനെ സ്വാപ്പ് ചെയ്യണം, അവിടെ എന്ത് വർക്കൗട്ട് കൊടുക്കണം, അവരെങ്ങനെ ട്രെയിൻ ചെയ്യിക്കണം എന്നുള്ളൊരു തോട്ട് കിട്ടി. ആൻഡ് അതേപോലെ തന്നെ ടീച്ചേഴ്സ്, എനിക്ക് ഫസ്റ്റ് ഡേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു, ഓക്കെ ഞാൻ ചൂസ് ചെയ്ത് കറക്റ്റ് ആയിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് ഫസ്റ്റ് ഡേ സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ റാഷി സാറിൻ്റെ മാത്രം ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയായിരുന്നു കറക്റ്റ്, ഓക്കെ ഞാൻ ചൂസ് ചെയ്യേണ്ടത്, എനിക്ക് കിട്ടേണ്ടതാണ് എനിക്ക് കിട്ടിയതെന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നു. അതൊക്കെ തന്നെ. അപ്പം നോട്ട് ഓൺലി സർട്ടിഫൈഡ്, ഗെറ്റ് ക്വാളിഫൈഡ് ആണ്. ഹായ്, ഞാൻ മുഹമ്മദ് നിഹാൽ, തൃശ്ശൂർ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത്. എന്തുകൊണ്ട് വിജോ ഫിറ്റ്നസ് അക്കാഡമി ചൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതേപോലെ തന്നെ ഒരുപാട് അക്കാഡമിയിൽ പോയിരുന്നു, എറണാകുളത്ത് തന്നെ ഒരുപാട് അക്കാഡമിയിൽ പോയിരുന്നു. പക്ഷേ അവിടെ നിന്ന് എനിക്ക് വേണ്ട വിധത്തിലുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇത് സാറൊന്നും ഇവിടെ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സാറിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ദുബായിലുള്ളൂ അറിയിക്കാന്ന് പറയുന്നു. കറക്റ്റ് എൻ്റെ ടൈമിനെ ഇൻഫോം ചെയ്തു, ഓപ്പൺ ചെയ്തിട്ടെന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞാൻ അഡ്മിഷൻ എടുത്തു. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഈ ഫീൽഡിൽ വന്നിട്ട് ഇപ്പോൾ 5 to 6 years ആയി വർക്കൗട്ട് ചെയ്യുന്നു. പക്ഷേ അന്നും അതിൽ പഠിച്ചു വെച്ചത് ശരിയാണ്, അത് ഓക്കെ ആണെന്നുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോഴും മൊത്തം അത് എന്താ പറയുക തെറ്റായിരുന്നു എന്ന് മനസ്സിലായത്. പിന്നെ അതേപോലെ തന്നെ എടുത്തു പറയുന്നുണ്ടെങ്കിൽ അസസേഴ്സ് അടിപൊളിയാണ്. എന്താ പറയുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് രാത്രി പക്ഷേ സാറൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കാരണം തിയറി സെക്ഷനൊക്കെ നടക്കുമ്പോൾ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. നൈറ്റ് ആയാലും സാറ് വിളിച്ചിട്ടായാലും, ഇപ്പോൾ ഫോണിൽ കൂടെ മനസ്സിലായാലും ഡയറക്റ്റ് വന്നായാലും സാറ് പറയും വന്നോ നീ നിനക്ക് പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഫോണിൽ കൂടെ പറഞ്ഞ് മനസ്സിലായില്ലെങ്കിലും അത്രയും എന്താ പറയുക അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ട് തിയറി സെക്ഷൻസ്. അപ്പോൾ ഏതാണ് ഏറ്റവും മികച്ച ഫിറ്റ്നസ് അക്കാഡമി കോഴ്സ് ചെയ്യാനായിട്ട് എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത്, അക്കാഡമി ഏതായിക്കോട്ടെ ആ അക്കാഡമിയിൽ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിനോട് ചോദിക്കുക, എങ്ങനെയാണ് ആ അക്കാഡമി നിങ്ങളെ പഠിപ്പിക്കുന്നത്, എത്രത്തോളം ഇൻഡെപ്തായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, ഒരു ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സപ്പോർട്ട് ആ അക്കാഡമിയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് വേണം നിങ്ങൾ നോക്കാൻ. അപ്പോൾ വിജോ ഫിറ്റ്നസ് അക്കാഡമിയിലെ ഈ ബാച്ചിൽ പാസ് ഔട്ട് ആവുന്ന സ്റ്റുഡൻസാണ് ഈ നിൽക്കുന്നതെല്ലാം. ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളിപ്പോൾ കുറച്ച് മുമ്പ് കേട്ടു, എത്രത്തോളം ഇൻഡെപ്തായിട്ടാണ് കാര്യങ്ങളെല്ലാം ഇവിടെ കവർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ വിജോ ഫിറ്റ്നസ് അക്കാഡമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഡോണ്ട് ജസ്റ്റ് ഗെറ്റ് സർട്ടിഫൈഡ്, ഗെറ്റ്